ഹായ്. അപ്പോൾ ഇന്നലെ മലക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ കൂടെ 2 കത്രിക കിട്ടി. അപ്പോൾ അതൊന്ന് മെഴുക്ക് വരട്ടാം. അങ്ങനെ ഞാൻ എൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. സവാളയാണ് ഇതിൻ്റെ കൂടെ മെഴുക്ക് വരട്ടാനായിട്ട് എടുക്കുന്ന സാധാരണ. ഈ ചെറിയ ഉള്ളി തൊലിക്കണേക്കാട്ടിയും തൊല്ല വേറെ ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഭയങ്കര വലുതും അല്ല ഭയങ്കര ചെറുതും അല്ല, ആ ഒരു സൈസിലാണ് ഞാൻ കത്രിക്ക മുറിച്ചെടുക്കുന്നത്. കാരണം അത് വെന്ത് കഴിയുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് കിടന്ന് ഒലഞ്ഞു പോകും. അതുകൊണ്ട് അപ്പം ഞാൻ ആദ്യം 2 കത്രിക്കയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഇത്തിരി വലിയ കത്രിക്കയായതുകൊണ്ട് ഒരെണ്ണം അരിഞ്ഞപ്പോഴേ ഒരുപാടുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ കത്രിക്ക കഴിക്കാറുള്ളൂ, വേറെ ആരും അങ്ങനെ അധികം കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തോളൂ. ഒരെണ്ണം ഇനി നാളെ എടുക്കാമല്ലോ, അങ്ങനെ ഒരെണ്ണം മാറ്റി വെച്ച്. ഉള്ളി ഞാൻ കുറുക്കനെ നീളത്തിലാണ് അരിഞ്ഞിടുന്നത്. അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞ് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കത്തിരിക്കയും ചെറിയ ഉള്ളിയും കൂടെ അതൊന്ന് വരുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ കഴിയും. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കാം. കാരണം വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുന്നതെന്ന് വെച്ചാൽ എണ്ണ കുറച്ചേ ആവുന്നുള്ളൂ, എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം എണ്ണ കുറച്ചേ ആവുന്നുള്ളൂ മെഴുക്ക് വരട്ടുന്നതിന്. അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.